അപ്പം നിങ്ങൾ പറയലില്ല ഇതാക്കണം എന്നും അടുക്കള ഇങ്ങനെ കാണിച്ചു തരുന്ന ബോറാണ് എൻ്റെ ചേച്ചിയേ എന്നുള്ളത്. അപ്പോൾ അതാക്കണം നിങ്ങളെ ബോറടി മാറ്റാനും എൻ്റെ ബോറടി മാറ്റാനും മൊത്തത്തിൽ അതാക്കണം അടുക്കള തൂത്ത് വാരിയിട്ടാണ്ട് അടച്ചു പൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ അടുക്കളൻ്റെ ഒരു ഭാഗം കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളാവൂല. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണിട്ടത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത്. അപ്പോൾ ഇത് വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അത് നമ്മളെ മൂപ്പർക്ക് ലീവാണ് കേട്ടോ. അന്ന് പണി ലീവാണ്. അങ്ങനെ ഇതാക്കണം അതിനെ കുത്തി നീപ്പിച്ചാണ് ഞാനിത് അമ്പലത്തേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ അങ്ങോട്ട് എത്തിയാൽ പിന്നെ ഒക്കെപ്പാടങ്ങോട്ട് മറന്നിട്ട് അന്തം വിട്ടൊരവസ്ഥയായിക്കാരം. സത്യം പറയുകയാണ് ഈ അമ്പലത്തിലൊക്കെ കയറുമ്പോൾ അമ്മക്ക് മനസ്സിലൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രാർത്ഥിക്കാനും അറിയില്ല, ഒരു പൊട്ടം കടിച്ച മട്ടയിക്കാരട്ടെ ഞാൻ. അതാണ് ഈ ഒരു ഇരുത്തായിരിക്കണത് മൂപ്പർക്ക്. പിന്നെ പണ്ടേ എന്തല്ല അമ്പലത്തേക്ക് പോരുമ്പോൾ അന്തേ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ വേഗം പ്രാർത്ഥിച്ചാണ്ട് ഒറ്റ ഇറങ്ങിപ്പോലാണ്ട് ഉറങ്ങിപ്പോവും. അപ്പോൾ ദൈവത്തിനോടുള്ള ഇഷ്ടക്കേടോണ്ടെന്നല്ല കേട്ടോ, ഞാൻ മനസ്സിൽ നല്ല ഉരുക്കി പ്രാർത്ഥിച്ചിക്കണമെന്നൊക്കെയാണ് പറയൽ. ഞാൻ തന്നെ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇതാക്കണ ഒരു സമാധാനമൊക്കെ കിട്ടലാണ്. ചെറുതായിട്ട് നല്ല ഒരു ബ്ലാങ്ക് ആയ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഇതാക്കണ ഇങ്ങനെ ഒരു അന്തം വിട്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇതാക്കണ നമ്മൾ മഞ്ചേരി കാളിയൊക്കെയാണ് വന്നത്. അപ്പം മേലാക്കത്താണ് കേട്ടോ, നെല്ലിപ്പറമ്പ് ഇറങ്ങിയിട്ട് കുറച്ചങ്ങനെ നടന്നാൽ മതിയല്ലോ, അറിയുണ്ടാവില്ല നമ്മളെ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ ഈ ഒരു അമ്പലം എനിക്ക് എന്തോ ഒരു പിടിപാടുണ്ടോ, ഇടക്കും തലക്കും ഞാൻ ഇങ്ങോട്ട് വരലുണ്ട്. അങ്ങനെ ഇതാക്കണം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് നമ്മളിതാണ്ട് നല്ല പായസം കിട്ടിയിട്ടുണ്ട്. ഒരു കുപ്പിയിൽ പായസമൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മളെ കുളമൊക്കെ കണ്ട്, കുളം ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ട് കുറേ വന്നിക്കണം ഇങ്ങോട്ട് കുളത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ലേന്ന്. അങ്ങനെ ഇതാക്കണ കുളമൊക്കെ കണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ നീച്ചു പോകുന്നൊന്നും മക്കളും അമ്മയും അറിഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയതന്നെ ഒരു 8:30 ആയിക്കണം കേട്ടോ. 8:30 ആയിക്കണം ഇവിടെ എത്തിയപ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണം ഒന്നും സാധനം വാങ്ങാനൊന്നും നിന്നില്ല. അപ്പം വേഗം തിരിച്ചു പോന്നു കേട്ടോ. നമ്മളിവിടെ വലിയൊരു ആലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ ആലുണ്ടാകുന്നത് ഒരു പ്രത്യേകത ആണല്ലോ, ഒരു രസമാണല്ലോ അവർ കാണാനായിട്ട്. പിന്നെ ഇതാക്കണം ഇന്ന് ശിവരാത്രി ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയെ കൂടി ഉണ്ട് ഇത് കൂടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി നമ്മൾ ഇടവണ്ണ എത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ ചായയും കടിയൊന്നും ഉണ്ടാക്കിയതല്ലേ പോയത്, ചായ വെച്ച് നിന്നിട്ടോ, കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാക്കണം ചപ്പാത്തി കമ്പനിയിൽ കയറിയാണ് ചപ്പാത്തി വാങ്ങാൻ നിൽക്കുകയാണ്, പൊറോട്ട വാങ്ങാൻ നിൽക്കുകയാണ്, പൊറോട്ട ഉള്ളിക്കറി വാങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവിടെ പാക്ക് ചെയ്യാൻ നിൽക്കണം ഇങ്ങനെ കുത്തിരിക്കല്ലേ, ഏതായാലും ഞാൻ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയും നല്ല സമൂസ ഉണ്ട് കേട്ടോ, നമ്മൾ വെജിറ്റബിൾ സമൂസയാണുള്ളത്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കട്ടോ. എന്തോ ഒരു സമാധാനം ആ ഒരു ചൂട് ചായ അങ്ങോട്ട് എത്തിയപ്പം. നേരെ ഒരുപാട് അയക്കണമല്ലോ. അങ്ങനെ നല്ല ചൂട് ചായ ഊതി ഇങ്ങനെ കുടിക്കാൻ, ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ഊതി കുടിക്കാനൊരു രസമാണല്ലോ അല്ലേ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കഴിഞ്ഞേരം പിന്നെ വിളി വന്നു കേട്ടോ, മക്കൾ പോന്നിട്ടില്ലേന്ന് ചോദിച്ചാണ്ട് മസാല ദോശ അത് ഇതൊക്കെ വാങ്ങി പോരീന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇതാക്കണം ഞങ്ങൾ 10 പൊറാട്ടയും ചെറിയ ഒരു കറിയും കൂടി വാങ്ങിയിട്ട്, നമ്മൾ ഉള്ളിക്കറിയാണ് വാങ്ങിയത്. ഇറച്ചി മീനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും വാങ്ങണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നോൽമ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ വ്രതമായിട്ടൊന്നും എടുത്തിട്ടില്ല. എന്നാലും പോകുമ്പോൾ മീനും ഇറച്ചിയൊന്നും കൂട്ടണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതപ്പോൾ നമ്മൾ പോകുന്നു. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്, ഒരു 9-9:30 ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ കറങ്ങി അടിച്ചിട്ട് കാര്യമില്ല, വേഗം വീട് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിൽ മൂക്കുമ്പോഴത്തിന് നമുക്ക് വീട്ടിലെത്തണം കേട്ടോ. അവിടെ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്, ചോറും കൂട്ടാനും ഉണ്ട്. പിന്നെ അതേമാതിരി ചായ മക്കൾ കുടിച്ചിട്ടും ഇല്ലല്ലോ, അപ്പോൾ അവർക്ക് ചായ കടി കൊണ്ടു കൊടുക്കണം. അതാണ് ഇത്ര ധൃതി ഉള്ളത്. അപ്പോൾ ഫ്രൂട്ട്സും കട ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഷർട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്, നിർത്തി എന്ന് പറഞ്ഞാണ്ട്. ഇപ്പോൾ ഈ വേനലാകുമ്പോൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കടിച്ച് കുടിക്കാനും അങ്ങനെ വെറുതെ തിന്നാനൊക്കെ ഒരു രസമാണല്ലോ അല്ലേ. നമ്മൾ ചോറും കഞ്ഞിയൊക്കെ തിന്നണേനെക്കാട്ടിലും നമ്മൾ ഇതാണല്ലേ അതാണ് തിന്നേണ്ടതും. വെള്ളം കുടിച്ച് ഫ്രൂട്ട്സൊക്കെ തിന്നാലും ഉസാറായിരുന്നില്ല, അത്രയും വെള്ളം നമ്മൾ വയറ്റിക്ക് ശരീരത്തേക്ക് എത്തുമല്ലോ. അങ്ങനെ ഇത്തിരി ഓറഞ്ച് പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നിക്കണം കേട്ടോ. പിന്നെ ഇവിടെ വന്നേരം പിന്നെ ഓല് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിക്കണ കുട്ടികളൊക്കെ. അപ്പോൾ ഞാൻ വേഗം പായസം എടുത്ത് കുടിക്കുന്ന പരിപാടിയാണ്. ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം പ്രസാദം എന്ന് പറയുന്നത് അതൊരു വേറെ രസമല്ലേ, നല്ല ടേസ്റ്റുള്ള കാര്യമായിക്കാരും. അതാണ് ഈ ഒരു ഇത്തിരിയെ കിട്ടുള്ളൂ അല്ലേ, പക്ഷെ അതിന് നല്ല ടേസ്റ്റ് ആയിക്കാരം. 2 സ്പൂണാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിക്കാരും. കുറച്ച് തോര തരണേന്നുമില്ലേ, അങ്ങനെ പ്രസാദമൊക്കെ വഴിപാട് ഇടുമ്പോൾ കുറച്ച് തോര തരണേന്നു, ഒരു പാത്രം നിറച്ചൊക്കെ തരണേന്നുമില്ല, എന്നാലും അങ്ങനെ ഇരുന്നിങ്ങോട്ട് കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ എങ്ങനെയായാലും ഇത് ശരിയായി കിട്ടൂല അല്ലേ. അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാണ്ട് ഞാൻ കുറേ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ എൻ്റെ ആ ഒരു തീറ്റയും കൂടി കഴിഞ്ഞപ്പോൾ മൂപ്പരത് പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട്. അമ്മ അത് അപ്പോൾ അതേപോലെ തന്നെ അടക്ക കുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വെയിൽ ചൂടാകുമ്പോൾ അടക്ക കുത്തട്ടെ വെച്ചിട്ടേക്കാരം അമ്മ അത് അടക്ക കുത്തി പൊളിച്ച് കുത്തിരിക്കുകയാണ്. അപ്പോൾ വെയിൽ ഇതാക്കണം നല്ല പോലെ മൂത്ത് വരുന്നുണ്ട്, ഭയങ്കര മൂപ്പായിക്കണല്ലോ അല്ലേ. നല്ല വെയിലാണ് കാരണം നല്ല വെയിലാണ്. ഇനിയിപ്പോൾ അവിടെ ഇങ്ങനെ കണ്ണാടിയിലൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല, ഇതിപ്പോൾ നമ്മളെടുക്കണമല്ലോ. അപ്പോൾ എങ്ങനെ അടുക്കള അതാ കാണിച്ച് തരണ്ട, വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചല്ലോ. ഈ ഒരു പണി ഇട്ടിട്ട് നമുക്ക് വേറൊരു പണി ഉണ്ടാവില്ലല്ലോ അല്ലേ.
അങ്ങനെ ഇതാക്കണം ചോറും കൂട്ടാനും വെക്കാനും ഒരു പരിപാടിയിലുണ്ട്. ചോറ് ഇതാ വലിയ ചെമ്പിൽ തന്നെ വെച്ചിരിക്കണം, കാരണം ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ ഒരു കഞ്ഞിടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചോറുണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ചെമ്പിൽ തന്നെയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വാർക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. ഈ വലിയ ചെമ്പ് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, അതാക്കണം പേടിയായിട്ടാണ് ഞാൻ വാർക്കണത്. ഊറ്റിയാൽ മതിയെന്നു, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടില്ലേന്ന്, ഊറ്റിയാൽ മതിയെന്നു. അപ്പോൾ ഒന്ന് ഇതാക്കണം നല്ല ഉസാറായിട്ട് കിട്ടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും ഞാനിത് വാർക്കാൻ വേണ്ടിയിട്ട് നിന്നത്. പക്ഷെ കൈയൊക്കെ പൊള്ളിയിട്ട്, കൈയിൻ്റെ മേലെ കൂടെയൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ചിന്തിയിട്ടൊക്കെ കൈയൊക്കെ പൊള്ളിക്കണം കേട്ടോ. നല്ല നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വിട്ട് കൊടുത്തില്ല, വിട്ടാ ചോറൊക്കെ പാടെ നിൻ്റെ മേത്ത് കൂടെ കാരണം ഏതായാലും കുറേ നേരം കൈ പൊള്ളിയൊക്കെ ഇങ്ങനെ നിന്ന് ഏതായാലും സമാധാനത്തിൽ നിർത്തിക്കണം. ഞാൻ അവിടെ കൈക്കൽ കഷ്ണമൊക്കെ വെച്ചിട്ട് സമാധാനത്തിൽ നിർത്തി. അപ്പോൾ ഇതാക്കണേ കുക്കറിൽ ചെറുപയർ വെച്ചേക്കണം കേട്ടോ, അത് വേഗട്ടെ. അപ്പം നല്ല പോലെ പൊള്ളിക്കണം കേട്ടോ. ഒരു തന്താ വെല്ലുമ്മലൊക്കെ നല്ല ഉഷാറായിട്ടും പൊള്ളിക്കണം. ഇനിയിപ്പോൾ ഏതായാലും വാർക്കൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം അങ്ങനെയും പൊള്ളി നീറൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുക്കളയിൽ ഇതാക്കണ ഏകദേശം പരിപാടി കഴിഞ്ഞ് ഇതാ ചോറ് വന്ന് അതേമാതിരി ചെറുപയർ തക്കാളി അങ്ങനെ കിട്ടുകയാണ്. ചെറിയൊരു മട്ടത്തിലൊരു കറിയാണ് കേട്ടോ വെച്ച്. അപ്പോൾ അതും അയക്കണം. പിന്നെ വേറെ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വെയിൽ ഇതാക്കണം നല്ലപോലെ ചൂടാകണതിന് മുന്നേ വേഗം ഓട് വീട്ടിൽ കണ്ട് കയറട്ടെ എന്ന് വെച്ചിട്ടാണ് ഷീറ്റിൻ്റെ ചോട്ടിൽ നിന്ന് അകപ്പാടെ കണ്ട് കരിഞ്ഞു തുടങ്ങിയതിന്. ഇപ്പോൾ വേഗം നമ്മളിതാ ഓട് ഇട്ടേക്കണ്ട് കയറട്ടെ, കുറച്ച് സമാധാനം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഇതാക്കണം. ഇവിടെ ഒരാൾ പഠിക്കുന്നുണ്ടായിരുന്നുണ്ട്, മാത്സ് ആണ്, തിങ്കളാഴ്ച പരീക്ഷ ഉള്ളത്. അപ്പോൾ അതാക്കണം ഓരോന്നും നുള്ളി പൊറുക്കി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുഞ്ഞാറ്റ് ഏതോ വൈക്ക് പോയിക്കണം കേട്ടോ, ഓക്ക് വെയിലും ചൂടൊന്നുമില്ല. ഇവിടെ ഒരാൾ എഴുതി കുഴങ്ങി കിടക്കുകയാണ്, പാവുണ്ട്. ഓരോരുത്തരെ ഒരു കഷ്ടപ്പാടേ. അപ്പോൾ അവിടെ ഇതാക്കണ് രണ്ടാൾക്കാർ ഭയങ്കര അടക്ക കുത്തി പൊളിക്കുന്ന പരിപാടിയിലാണ്, അമ്മയും മകനും ഭയങ്കര പരിപാടിയിലാണ്. പിന്നെ ഇതാക്കണ നമ്മളെ അമ്മായിയും കൂടി വന്നിട്ടുണ്ട് വർത്താനം പറയാനായിട്ട്. അമ്മായി ഒരു 3 ആൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാനും തന്നെ ഇവിടെ വന്നിരുന്നു. അമ്മ പിന്നെ കഞ്ഞി കുടിക്കാനായിട്ട് കയറി പോയിക്കണം കേട്ടോ. അപ്പം മൂപ്പര് ഇതാക്കണം ഭയങ്കര കുത്തിപ്പൊട്ടിക്കലാണ്. അപ്പോൾ ഉണക്കാനാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വേഗം രണ്ടാളും കൂടി കുത്തി പൊട്ടിച്ചത് ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്, ഒരു ചെമ്പട്ടി ആക്കിയിരിക്കണ്. അപ്പോൾ അതൊക്കെ നല്ല പാട്ട് കണ്ട്, പാട്ടുകാരൻ നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ ഇടയിൽ കൂടെ തുമ്മലും ചീറ്റലും അത് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം പിന്നെ നമ്മൾ ഫോണമ്മലൊക്കെ തോണ്ടി കുറേ പണി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വേഗം ചോറ് തിന്നാന്ന് കേട്ടോ. ഞാനാണ് ലാസ്റ്റ് ചോറ് തിന്നണത്. അപ്പോൾ അമ്മയൊക്കെ കഞ്ഞി കുടിച്ചുകൊണ്ട് അമ്മയും ചോറ് തിന്നിട്ടില്ല. ഉണ്ണിമോള് പിന്നെ ഉറങ്ങുകയാണ്, വയറുവേദനയാണ് പറഞ്ഞിട്ട് ഉറങ്ങണുണ്ട്. കുഞ്ഞാറ്റൻ തന്നെ സ്ഥലത്തുണ്ട് കേട്ടോ, അവൾ TV കണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാനും ഓളാണ് ചോറ് തിന്നായിരിക്കണത്. ഞങ്ങൾ രണ്ടാളും ചോറൊക്കെ തിന്നിട്ടാക്കണത് നേരെ ഇപ്പം തന്നെ ഒരു 2-2:30 ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. കഴിഞ്ഞേരാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ആക്കലൊക്കെ ചെയ്യൽ. അങ്ങനെ ചെറുപയറുണ്ട്. ഇന്നിപ്പോൾ ചോറിന് കൂട്ടാനൊരു സുഖമൊന്നും ഇല്ലാത്തൊരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ചമ്മന്തിയും കൂടി ഞാൻ അരച്ചതും ഇല്ല. അപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരത്തെ ചെമ്പിക്ക് ഞാൻ ഉപ്പും മുളകൊക്കെ കൂട്ടി വെച്ചിട്ടില്ലായിരുന്നു, അതും കൂട്ടിയാണ് ചോറ് തിന്നത് കേട്ടോ. അപ്പോൾ ഇവലൊക്കെ ഇങ്ങനെ തന്നെ ഇച്ചൽക്കൊക്കെ തന്നെ ചോറൊക്കെ തിന്നത്. പക്ഷെ എനിക്ക് കേൾക്കണില്ല, ഒരു മുളകും പൊടീൻ്റെ ഒരു തുണ്ടില്ലെങ്കിൽ എങ്ങനെ ചോറ് തിന്നുക. അങ്ങനെ ആ ഒരു ചോറീറ്റും കഴിഞ്ഞ് പിന്നെ ഇതാ ഉണ്ണിമോൾ കടന്ന് ഇവിടെ എത്തിക്കണുണ്ടോ, ഈ ഒരു കാറ്റിൻ്റെ ഇടയിൽ എത്തിക്കണം. ഒരാൾ ഇതാക്കണം ഭയങ്കര കൂർക്കം വലിച്ച് ഉറങ്ങാണ്. അപ്പം ഞാനും തന്നെ ഇതിൻ്റെ ഇടയിൽ കിടക്കാം കേട്ടോ. അപ്പോൾ ഇയാൾ ഉണ്ടായത് കാരണമാണ് എല്ലാവരും ഇതിൻ്റെ ചോട്ടിൽ കൂടെ ഇങ്ങനെ വെട്ടിയിട്ട പോലെ കിടക്കണത്. അപ്പോൾ കുഞ്ഞാറ്റ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ TV കണ്ടിരിക്കണം. ബാക്കി എല്ലാവരും തളർന്ന് വീണിക്കണം കേട്ടോ. ഭയങ്കര തളർച്ചയാണല്ലോ ഇപ്പം. അപ്പോൾ നല്ല TV ആണല്ലാണ്, ജയജയഹയെന്ന് തോന്നുന്നു. പിന്നെ ഇതാ ഇന്ന് വനിതാ ദിനം കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു പാട്ടൊക്കെ നല്ല ഉസാറ് പാടം തന്നെ. നമ്മളെ മൂപ്പർക്ക് നല്ല ഇഷ്ടമില്ലാത്തൊരു പാടാണ് കേട്ടോ. കാരണം എന്താ, പരിപാടിയാണല്ലോ, പുതിയാപ്പളനെ എടുത്തിട്ട് അടിക്കുന്ന പരിപാടിയാണല്ലോ. മൂപ്പർക്ക് എന്തോ ദഹിച്ചില്ല. എനിക്കാണെങ്കിൽ അതൊക്കെ നല്ല താല്പര്യമാണ്. അങ്ങനത്തെ പടമൊക്കെ കാണണം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമൊക്കെ കാണണം, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണം. പിന്നെ ഒരു പോക്കിന്ന് ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. ഈ ഒരു പുഴേൻ്റെ തീരത്ത് കൂടെ എന്തൊക്കെയോ തെരഞ്ഞ് ഞങ്ങൾ പോയി ഇതാക്കണം. ഒരു റബ്ബർ തോട്ടത്തിലെത്തി. റബ്ബർ തോട്ടം എന്താ റബ്ബറിലെ പിന്നെ എങ്ങോട്ടോ പോവുകയാണ്, എന്തോ പറിക്കാനായിട്ട് പോവുകയാണ്. കത്തിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവുകയാണ്. ഓരെന്നും പറഞ്ഞ് ഞാനിങ്ങോട്ട് പോകുകയും ചെയ്തു. ഇപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് കാണാമല്ലേ. നമ്മളെ പുഴേൻ്റെ വേറൊരു ഭാഗം കണ്ടോ ഞങ്ങൾ, നമ്മൾ കുളിക്കടവിൻ്റെ കുറേ താഴത്താണത് കടാ. അയ്യോ ഇവിടെ അയ്യേറ്റടക്കാനെ വീടുന്നു. അവിടെ കുളിക്കാരൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. നിൽക്കാനുണ്ട് നിൽക്കാനുണ്ട്. എന്തോ വെച്ചെടുക്കാനായിട്ട് പോവാണ്.
നമ്മൾ മൂപ്പര് വർഗമൊന്നും ഇല്ലല്ലേ. നാളെ വന്നപ്പോൾ കുറേ വർഗുണ്ടായിരുന്നല്ലോ ഇവിടെ. വൃത്തിപ്പോയി. എന്തോ വള്ളിയാ, കാട്ടുകിഴങ്ങോ അങ്ങനെ എന്തോ പറിക്കാനായിട്ടാണ് പോകുന്നത്. വള്ളി ഇവിടെ എത്തിയപ്പോൾ വള്ളി അറിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. ഏതാപ്പ വള്ളി? ഇതിപ്പോൾ മറ്റേ സിൽമയിൽ പറഞ്ഞാർക്ക് ഇതിങ്ങനെയൊന്നല്ലടാ അറിയേണ്ടി വരുമോ? ഏതെങ്കിലുമൊക്കെ വണ്ടി പറിക്കണ്ട, വലിയ നായ്ക്കാരനെയും കാര്യങ്ങളൊക്കെ ഇക്കാരം. എന്താ വിട്ട് നോക്കുക അപ്പം. ഏതാപ്പ വള്ളി? ഉഷാറായി. ശാന്തമായ പുഴ. ഞാനോട് വരണോ? നോക്കി പറിച്ചോളിട്ടോ. കണ്ണ് കണ്ട വള്ളി മുഴുവൻ പറിച്ചാണ്ട് വെള്ളക്ക് കേടുണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ വരാടക്കി. അത് ഞാനുണ്ട്. അവിടെയാണ് നമ്മളെ വീട് ഇട്ട് കണ്ട. അവിടെയാണ് നമ്മളെ വീട്. കൂടെ ഒഴുകി 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 പുഴ ഇതാക്കുന്നത് കൂടെ അങ്ങനെ പോകും. നല്ല ഉഷാറ് പുഴ അല്ലേ. ഇവിടെയൊക്കെ നല്ല വെള്ളമാട്ടോ. നമ്മളെ ഓടയ്ക്കലെത്തുമ്പോഴൊന്നും വെള്ളമല്ല. ഇവിടെ കണ്ടോ, അവിടെ ഒരു ഷൂട്ടിങ്. ഉമ്മ എന്താണ് അവിടെ വെച്ചേക്കണേ? അയ്യോ, അവിടെ അല്ല കേട്ടോ, അതിന് താഴത്തെ എവിടെയാണ് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു. 1921 പടമല്ലേ നമ്മളെ മമ്മൂട്ടിൻ്റെ പടം, അവിടെയാണ് കഴിഞ്ഞത് എന്നൊക്കെ പറയാം. ആ കുളക്കോഴിയാണ് ഓടുന്നത് കണ്ട. അവിടെ ഓടി നല്ല ഓടുന്നത്. ഇയാൾ ഇന്നോട് ഒഴിവാക്കാൻ കൊണ്ടുവന്നാണോ പടച്ചമ്പരാനെ? ഉപേക്ഷിക്കാൻ കൊണ്ടുവന്നാണോ? ഇവിടെ കാണാമല്ലോ മൂപ്പരെ. നോക്കി. അവിടെ ഉണ്ട്. അപ്പം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. അവിടെ ഉണ്ട്. പറയാൻ പറ്റൂലേ മൂപ്പരെ. വല്ലാത്തൊരു ഇടങ്ങേറാണ്. ചിലപ്പോൾ ഉപേക്ഷിച്ചും പോകും മൂപ്പര്. നല്ല രസമല്ലേ കാണാനായിട്ട്. നിങ്ങളെ പുഴയോടനുബന്ധിച്ചിട്ടുള്ള കരയും. ഇവിടെ വേറെ എന്തോ ഒരു അനങ്ങാപ്പാറ അങ്ങനത്തെ ഒരു പാറ ഉണ്ടായിരുന്നുണ്ട്. അത് എവിടെയാണാവോ? പോത്തിനൊക്കെ തേറ്റുണ്ട്. അവിടെ കുളിക്കാറുണ്ട്. മൂപ്പര് ആ വള്ളി തിരഞ്ഞു നോക്കി തന്നെയാട്ടോ. ഇപ്പം ഏതെങ്കിലും കാട്ടുവള്ളി പറിച്ച് പോരുമോ പടച്ച തമ്പുരാനെ? അമ്മക്ക് വേണോന്ന് പറഞ്ഞിട്ട് അമ്മക്ക് പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ്. എൻ്റെ പറിച്ച തമ്പുരാനെ. കുറേ ഇപ്പോൾ മീൻ കൊടുക്കും. അമ്മ വന്നാൽ പിന്നെ അങ്ങനെ ഉണ്ട്. അമ്മക്ക് എന്താ കൊടുക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടാവില്ല മകന്. ഇപ്പം ഇനി കാട്ടുകിഴങ്ങാണല്ലോ കൊടുക്കണത്. അമ്മക്ക് പുഴമീൻ ഇഷ്ടമാണ്. അമ്മക്ക് പുഴമീൻ കൊണ്ടുവന്ന് കൊടുക്കലുണ്ട്. സൂര്യനെന്താ കണ്ണ് കുത്തുന്നുണ്ട്. അല്ലാത്തൊരു ജാതി സൂര്യൻ ഇതുണ്ടാവും. ഇതൊക്കെ പുഴയിലുണ്ടാവണം. നല്ല രസമല്ലേ കാണാനായിട്ട്. എന്തൊരു പുല്ലാണാവോ? രസമല്ലേ കാണാം. കുറച്ച് ഷോട്ടൊക്കെ എടുത്ത് വെക്കല്ലേ വരുമ്പോഴല്ലേ. ഓറഞ്ചൊക്കെ കൊണ്ട് ഇത് കാണാനില്ല. തെരഞ്ഞു പോയി വെക്കാം നമ്മൾ. അതെ ഗൈസ്, വേറെ എന്തോ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വിളിച്ചതാണ്. ഇവിടെ കാണാല്ല. എവിടെ ആ കിളീൻ്റെ പേര് കേട്ടെങ്കിൽ തെയ്യപ്പറമ്പൻ. എവിടെയായി? അവിടെ ഉണ്ടായിരുന്നു. ഒരാൾ കടന്നുറങ്ങണുണ്ടോ? തല ഇവിടെ, ഉടല് ഇവിടെ, കാല് ഇവിടെ. ഇവിടെ എവിടെയല്ല ഷൂട്ട് ചെയ്തേ കണ്ടോ? 1921 1921 നമ്മളെ മമ്മൂട്ടിൻ്റെ പടം ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അത് പുഴയിലൊക്കെ ഉർവശിയൊക്കെ ആയിട്ട് ഇങ്ങനെ നീന്തി പോണ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അയ്യോ, ഇവിടെ എന്തോ കാണിച്ചു തരാറിന് വിളിച്ചാണ്. എന്തോ മാന്തി വെക്കണത് അവിടെ. അയ്യോ, എന്താ ചേട്ടാ മാന്തി വെക്കണത്? വെയിലത്തിക്കി വെച്ച മരം കണ്ടുപിടിച്ചു ഞങ്ങൾ. മരം അത് മൂടിയിട്ടുണ്ട്. എന്തുവാ ഇതിൻ്റെ ഇക്കരെ കടന്നാലാണ് പൊങ്ങല്ലൂരല്ലേ? കുണ്ടോടല്ലേ? കുണ്ടുതോട്. ഇവിടെ കുണ്ടുതോടില്ല. ഇവിടെ നമ്മളെ കുളിക്കടവിൻ്റെ അപ്പുറം കടന്നാൽ പൊങ്ങല്ലൂർ. പുഴയുടെ തീരത്ത് ഇവിടെ പാസും കടവാട്ടോ. ഇവിടെ പണ്ട് പാസ്സൊക്കെ ഉണ്ടായിരുന്നു, മടൽ പാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അടുത്ത് വരും എന്ന് പറഞ്ഞത് എന്തായാവോ. നല്ല രസമല്ലേ ആ വീട് കാണാൻ? പുഴൻ്റെ തീരത്ത് നല്ല രസം. ചൊർക്കില്ലൊരു പെര. എവിടെ നിന്നിട്ടാ മരുന്ന്?
മൂത്രക്കല്ലിനുള്ളൊരു മരുന്ന് കാണിച്ചു തരാ പറഞ്ഞിട്ടാണ് വിളിച്ചെത്തി. നമ്മളെന്തോ കാര്യത്തിന് പോന്നേന്ന്, എന്തോ കിട്ടിയില്ല. അപ്പം ഇനിയിപ്പോൾ മൂത്രക്കല്ലിൻ്റെ മരുന്നും തേടി ഞങ്ങൾ പോണേ. ഇത് മറ്റേ ആ പടത്തിൽ പറഞ്ഞവർക്ക് ജ്യോതി വന്നില്ല തീയും വന്നില്ല അമ്മ അതിരിയായല്ലോ അപ്പം അത്. ജ്യോതി വന്നില്ല തീയും വന്നില്ല കിളിക്കത്തിൽ പറയുന്നവർക്ക് നമുക്ക് കാട്ടുകിഴങ്ങ് കിട്ടിയില്ല. ഇതാണ് തെയ്യപ്പറമ്പൻ, പറമ്പത്തെയ്യനോ ആ കിളിയാണ്. ഇതാണ് മൂത്രക്കല്ലിൻ്റെ മരുന്ന്. ഇത് പറിച്ച് കൊണ്ടുപോകാനൊക്കെ ആള് വരുമല്ലോ കേട്ടോ. മൂത്രക്കല്ലിനൊക്കെ ഇതെന്താ മറ്റേ വേരയിക്കാരല്ലേ എടുക്കുക എന്നാ പറഞ്ഞത്. കണ്ടോ മൂത്രക്കല്ലിനുള്ളതാണല്ലോ. കുറേ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഉണ്ട്. നമ്മളെ കഞ്ഞുണ്ണീൻ്റെ ഒക്കെ പോലെ കേട്ടോ. കഞ്ഞുണ്ണി കുറച്ചുകൂടി വണ്ണം കൂടിയാലും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉണ്ട് കേട്ടോ. അത് മരപ്പട കുറേ ഉണ്ട് പുഴേനോ. ഒക്കെ അതാണ്. കഴിഞ്ഞാ പോവാ നമ്മളിത് കൂടെ പോവല്ലെന്നാ. ഇനിയിപ്പോൾ റബ്ബർ കൂടെ കയറണ്ടല്ലോ. ഇതാണ് ഞങ്ങൾ പുഴ 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 പുഴ. ഇവിടുന്ന് നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. കണ്ടോ നല്ല ചൊറുക്കുണ്ട് കാണാം. ഇനിയിപ്പോൾ പുഴൻ്റെ ഭംഗി നോക്കിക്ക. അപ്പോൾ പോകണം. ഞാനിങ്ങനെ വർത്താനം പറയും ആ ചേച്ചി എപ്പെങ്ങാനും വർത്താനം പറയല്ലോ തുടങ്ങിയിരിക്കണ്. ആ ഏട്ടൻ്റെ തൊള്ളെന്താ തുറക്കാത്തേ അറിയട്ടോ. പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതാണ് അവസ്ഥ കണ്ടോ. ഇതാണ് അവസ്ഥ. നിങ്ങൾ പറയലില്ല എന്താ ഏട്ടൻ വരാത്തേ ഏട്ടനെ ഞാനിങ്ങനെ കണ്ടോ ആ പോണ്. എൻ്റെ പഠിച്ച തമ്പുരാനെ കണ്ടല്ലോ. നല്ലൊരു പൂങ്കാവനല്ലേ. പട്ടിക്കുട്ടിയാ? പട്ടി എവിടെ? പട്ടി കടിക്കൂല. നിങ്ങളെ ഓർമ്മ ഉണ്ടാവും, ഇന്ന ഓർമ്മ ഉണ്ടാവില്ല. പട്ടിക്കുട്ടീൻ്റെ കിടപ്പ് വശമാണല്ലോ. ഇവിടെ കുഞ്ഞു കുട്ടികളാണ്. കുരക്കുണ്ട് അവിടെ നിന്നുണ്ട്. അങ്ങനെ നടന്ന് ഞാനിതാകണ് പട്ടിയാളമാർക്ക് കിതച്ചതാകണ് ഈ പുഴൻ്റെ വക്കത്ത് കുത്തിട്ട് നിൽക്കണം കേട്ടോ. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. ഈ മണലിൻ്റെ കൂടെ നടക്കാനായിട്ട് ഭയങ്കര ക്ഷീണം കേട്ടോ. മൂപ്പര് ഇതാക്കണം അവിടെ. അതിൽ പിന്നെ ഏതായാലും ഇരുന്നല്ല നമ്മളിതാക്കണം ഒന്ന് വീഡിയോ എടുത്ത് വെക്കാൻ വിചാരിച്ചു. ഞാനിത് ഏതാക്കണം എല്ലായിടത്തും പോയാലും ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. എന്താ ഇപ്പോൾ ഒരു ഷോട്ട് കിട്ടണത് കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. നിങ്ങൾക്ക് പുതുമയല്ലേ വേണ്ടത്. അപ്പം നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ കുറച്ച് ബോറടിക്കുമ്പോൾ ജാതി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ രസമായിക്കാറല്ലേ. അങ്ങനെ ഇതാക്കണം കയ്യും കാലൊക്കെ കഴുകി നമ്മളെ മൂപ്പര് ഇതാക്കണം പോകാണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വേഗം പോകാൻ നിൽക്കട്ടെ. അങ്ങനെ എന്തൊക്കെയോ സാധനം തിരഞ്ഞു പോയിട്ട് ഒരു സാധനം ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. പൂരിനെ വഴിക്കൽ ഇതാക്കണം ഞങ്ങൾ വാഴ നനക്കാൻ വേണ്ടിയിട്ട് നിന്ന് വാഴയൊക്കെ ഇതാക്കണം ഒടിഞ്ഞ് തൂങ്ങൽ തുടങ്ങിയെന്നിട്ടാ. അപ്പോൾ ഇതാക്കി ഇവിടുന്ന് നമ്മളെ വാഴയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ ആ ഒരു കുളിക്കടവ് ഇതാക്കണം അവിടെ ഒരു ടാങ്ക് കാണുന്നുണ്ട്, ഒരു കിണർ. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മളെ ആ ഒരു സ്ഥലം. അപ്പോൾ നമ്മളെ വീട് നിൽക്കുന്നത് അവിടെയാണ്. ഇവിടെ കുറച്ച് സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ചെറിയൊരു പ്ലാവാണ്. ആ പ്ലാവുമ്പോൾ നിറയെ ചക്ക ഉണ്ട് കേട്ടോ. മുള്ളു വലിയതായിട്ട് മുള്ളുകളൊന്നുമില്ല, എന്നാലും നിറയെ ചക്ക ഉണ്ട്. ബെഡ് തൈ ആണെന്ന് തോന്നുന്നുണ്ട്. അത് നമ്മളതല്ല കേട്ടോ. ഒക്കെ മുതലാളി ഇവിടുത്തെ മുതലാളി വെച്ചതാണ്. നമ്മൾ ഇതാക്കണം ഇവിടെ പാട്ടത്തിന് ഉണ്ടാക്കുകയാണ് കേട്ടോ വാഴയൊക്കെ. അപ്പോൾ വാഴ നനക്കണ പരിപാടിയാണ്. വാഴ എന്ന് പറയാനൊന്നുമില്ല, ഒക്കെ പാടത വാടി തളർന്ന് കൊഞ്ഞാടിക്കണ്. എപ്പോഴെങ്കിലൊക്കെ വന്നെങ്കിൽ നനച്ചെങ്കിലായിട്ടുള്ളേന്ന്. അപ്പോൾ പകുതിയിലേറെ വാഴകൾ വെട്ടിയിട്ടുണ്ട്, പീടിയിലൊക്കെ കൊണ്ട് കൊടുത്തേക്കണ്. പിന്നെ ഇത് റോബസ്റ്റയാണ്. ഇതിപ്പോൾ നമുക്ക് തരുവയ്ക്കാരെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു മുതലാളി നനച്ചുകൊണ്ട് എടുക്കണ മുതലാളി നമ്മളെ വീട്ടിൽ കൊണ്ടുവയ്ക്കാരെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പീടിയൊക്കെ കൊടുത്താലും നമുക്ക് ഇതാക്കുന്ന സാധനം വാങ്ങാനുള്ള പൈസ ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഓരോരോ കൊല്ലാക്കണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തൂങ്ങിയാടി നിൽക്കുന്നുണ്ട്. അങ്ങനെ നനയും കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നേരം അടുക്കള പണി ഇത്തിരി വാക്കിണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വലിയ അമ്മായി ഇതാകുന്ന അമ്പലത്തിൽ പോകുന്നുണ്ട്. അതിൽ പിന്നെ ഒരുങ്ങി കെട്ടി വീണ്ടും ഞങ്ങൾ അമ്പലത്തിൽ തന്നെ കേട്ടോ. ഇന്ന് ദിവസം ഇതാക്കണം മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ്. എന്തോ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. ഒന്നാമത് ശിവരാത്രി അല്ല. അപ്പോൾ
ഈ ഒരു നേരത്തെ ഇതാക്കണ പാട്ടും അതേമാതിരിക്ക് തന്നെ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു ദിവസം ഉറങ്ങൂലല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ തൊഴാൻ വേണ്ടിയിട്ട് വന്നാണ്. കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്, ഭക്തിഗാനങ്ങൾ പാടുന്നുണ്ട്. അത് കേൾക്കാൻ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബാക്കിൽ കൂടെ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെ പ്രൈവസിയും കാര്യങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയായിട്ട് നമുക്ക് വീഡിയോ എടുക്കൽ നടക്കണ കേസല്ല. അതാണ് ഞാൻ രാവിലെ എടുക്കാഞ്ഞ കേട്ടോ. നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴും അങ്ങനെ എടുക്കാഞ്ഞത് അതാണ്. അപ്പോൾ നമ്മൾ ഇതാക്കണം രാത്രിയത്തെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഇതാക്കണം കുറേ നേരം പാട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് നല്ല സുഖമുണ്ട്. ഇത് ഇവിടെ ഇരിക്കാനും തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഒരു സമാധാനം കേട്ടോ. ചെറിയൊരു എന്തോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കണം അവിടെ വിളക്കൊക്കെ കത്തിച്ച് അതിൻ്റെ മുന്നിൽ നല്ല പോലെ ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഇത് പ്രാർത്ഥിക്കാനും അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് വന്നിക്കണം. കുറേ നേരം അടുത്ത് ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ കാറ്റോട് കാറ്റേന്ന് ഈ കൽകി വിളക്കുമ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് നോക്കിയപ്പോൾ കാറ്റോട് കാറ്റേന്ന്. അപ്പോൾ കാറ്റ് മെല്ലെ ഒന്ന് ശമിച്ചപ്പോൾ ഇതാക്കണം എല്ലാവരും തന്നെ വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. ചുറ്റോറെ കത്തിച്ച് വെച്ചിരുന്നു. പക്ഷെ കാറ്റ് കാരണം ഒക്കെ അങ്ങോട്ട് കെട്ടുപോയിന്ന് കേട്ടോ. പിന്നെ രണ്ടാമതാണ് ഇത് കത്തിക്കണത്. ഈ ഒരു അമ്പലം തന്നെ നമ്മളെ പുഴേൻ്റെ തീരെ തന്നെയാണ് കേട്ടോ. ഈ ഇതിങ്ങോട്ട് ഇറങ്ങണ തന്നെ പുഴയേക്കാണ്. ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങണ തന്നെ അതും നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ട്. പകൽ വന്നാൽ അതിൻ്റെ ഒരു രസം കാണുള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ വേറൊരു രസമാണല്ലോ. ദീപങ്ങളൊക്കെ കൊളുത്തിങ്ങനെ കാണാനും അതൊരു രസം തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ ഇതാക്കണം കുറേ നേരം ഇവിടെ നിന്ന് തൊഴുത് എന്തൊക്കെയോ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇവിടെ കുറിച്ചിട്ട് പോയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വിളക്ക് കത്തിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ പുഴൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ നല്ലൊരു സീനറിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇതാക്കണം എല്ലാം ഉണ്ട്. വല്യമ്മായി ഉണ്ട്, മകളുണ്ടായിരുന്നു, മോനൂസും ബാലൂട്ടനും കുഞ്ഞാറ്റിയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് കേട്ടോ. നല്ല സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവും ഉണ്ടായിരുന്നു. ഒരു ചെറുപയറും എന്തൊക്കെയോ ഒരു കഷ്ണങ്ങൾ ഇട്ടാണ്ട് ഒരു സാമ്പാർ പോലെ ഉണ്ടായിരുന്നു. നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുറച്ച് കുട്ടി സബ്സ്ക്രൈബർമാരെ കണ്ടത്. അപ്പോൾ ഓലോടൊക്കെ വർത്താനം പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഓല് പിന്നോട് പേര് പറഞ്ഞു കേട്ടോ. ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നോക്കിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുത്തോളൂ. പിന്നെ കമൻറ്റ് കൂടി ചെയ്യുക. ബൈ ബൈ.